സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ സ്വാഗതം നേർന്ന് ആശാ ശരത്തും സംഘവും. ദൃശ്യവിസ്മയത്തിന്റെ ഭാഗമായി ഒരുക്കിയ മംഗലം കളിയും ഭിന്നശേഷിക്കാരുടെ ചെണ്ടമേളവും വൈവിധ്യങ്ങളുടെ സംഗമഭൂമിയായി. കലോത്സവ ചരിത്രത്തിൽ തന്നെ ആദ്യമായി വിദ്യാർത്ഥികൾ വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം നേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീപം തെളിച്ചതോടെ കേരള കലോത്സവത്തിന് ഔപചാരിക തുടക്കമായി. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ ആരോഗ്യപരമായ മത്സര ബുദ്ധിയാണ് പുലർത്തേണ്ടതെന്ന് മുഖ്യമന്ത്രി. ഇത് കൗമാര മനസ്സുകളുടെ ഉത്സവമാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സുകളെ അനാരോഗ്യകരമായ മാത്സര്യബോധം കൊണ്ട് കലുഷിതമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. രക്ഷാകർത്താക്കൾ അവരുടെ മത്സരമായിട്ട് ഇതിനെ കാണാനേ പാടില്ല. മംഗലം കളി ഉൾപ്പെടെയുള്ള ഗോത്ര കലാരൂപങ്ങൾ മത്സര ഇനമായി പരിഗണിക്കുന്നത് ആലോചനയിലാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അടുത്ത കൊല്ലം മുതൽ ഗോത്രകലകളെ മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒന്നും പ്രാന്തവൽക്കരിക്കപ്പെട്ടുകൂടാ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനാവണം. നടി നിഖില വിമലാണ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത്. 14,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് 239 മത്സര ഇനങ്ങളിലായി അരങ്ങ് നിറയുന്നത്. 5 ദിവസത്തെ കൗമാരോത്സവത്തിനാണ് കൊല്ലം ഇനി സാക്ഷ്യം വഹിക്കുന്നത്. കലോത്സവ വേദിയിൽ നിന്ന് ടീം മാതൃഭൂമി ന്യൂസ്.